പൊതുധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗൗരവം കൂടുതലാണ്. വായ്പ തീർപ്പാക്കലിന്റെ പേരിൽ NARCL നിയമങ്ങൾ ലംഘിച്ച് പൊതുധനം ഉപയോഗിച്ചുവെന്ന ആരോപണങ്ങളിൽ സിയുടെ അന്വേഷണ സംഘം തുടർച്ചയായി വെളിപ്പെടുത്തലുകൾ നടത്തുകയും ഈ ക്രമക്കേടുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുകയാണ്. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് കാണാം. സീ മീഡിയയുടെ കൈവശമുള്ള രേഖകൾ പ്രകാരം എക്സൺ ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേസിൽ NARCL, IDRCL എന്നിവയുടെ അംഗീകരിച്ച ക്ലെയിം തുക ഏകദേശം 2172 കോടി രൂപയായിരുന്നു. ഈ കേസിനായി രൂപീകരിച്ച കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിൽ NARCL-നായിരുന്നു 100% വോട്ടവകാശം. അതായത് സാമ്പത്തിക വായ്പാദാതാക്കളുടെ ഭാഗത്തുനിന്ന് തീരുമാനമെടുക്കാനുള്ള മുഴുവൻ അധികാരവും നിയന്ത്രണവും NARCL-ന്റെ കൈകളിലായിരുന്നു. എന്നാൽ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് പുറത്തിറങ്ങിയപ്പോഴേക്കും കഥ പൂർണ്ണമായും മാറി. ഇതിലാകെ 550 കോടി രൂപയുടെ മൂലധനവും 29.24 കോടി രൂപയുടെ കാലതാമസത്തിന് ഈടാക്കുന്ന പലിശയും ഉൾപ്പെടെ ഏകദേശം 579.24 കോടി രൂപയ്ക്കാണ് കേസ് തീർപ്പാക്കിയത്. രേഖകൾ പ്രകാരം എക്സൺ ഗ്ലോബലിന് ബാങ്കുകളോട് വലിയൊരു കടബാധ്യതയുണ്ടായിരുന്നുവെന്നും പിന്നീടത് NARCL അല്ലെങ്കിൽ IDRCL-ലേക്ക് കൈമാറപ്പെട്ടുവെന്നുമാണ്. അതിനുശേഷം NARCL ഏക സുരക്ഷിത സാമ്പത്തിക വായ്പാദാതാവായി മാറി. ഈ സെറ്റിൽമെന്റ് നിയമവിരുദ്ധമാണെന്ന് സീ മീഡിയ അവകാശപ്പെടുന്നില്ല. എന്നാൽ തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. കാരണം അംഗീകരിച്ച ക്ലെയിം 2172 കോടിയാണെന്നിരിക്കെ അന്തിമ സെറ്റിൽമെന്റ് നടന്നത് 579 കോടി രൂപയ്ക്കാണ്. അതായത് ഏകദേശം 1593 കോടി രൂപയുടെ വ്യത്യാസം. അങ്ങനെ വന്നാൽ ഈ 1593 കോടി രൂപയുടെ നഷ്ടത്തിനോ ഡിസ്കൗണ്ടിനോ വേണ്ട പ്രൈസ് ഡിസ്കവറിയുടെ പൊതുരേഖ എവിടെയാണെന്ന ചോദ്യം ഉയരുകയാണ്. സമാനമായൊരു കേസ് ഡൽഹിയിലെ ഹയാത്ത് റീജൻസി ഹോട്ടലിന്റേതുമായിരുന്നു. ഒരു കാലത്ത് ഈ പ്രശസ്ത ഹോട്ടലിന് 6 ബാങ്കുകളിലായി വലിയ വായ്പാ ബാധ്യതയുണ്ടായിരുന്നു. ബാങ്കുകളുടെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ ഹോട്ടൽ ജപ്തി ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർക്ക് വായ്പ തീർപ്പാക്കൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. എന്നാൽ ആ സെറ്റിൽമെന്റിനെയും ചുറ്റിപ്പറ്റി ചോദ്യങ്ങൾ ഉയർന്നതോടെ കേസ് സുപ്രീം കോടതിയിലെത്തി. ഭീകാജി കാമ പ്ലേസിലുള്ള ഹയാത്ത് ഹോട്ടലിന്റെ മൂല്യനിർണ്ണയം, ബാങ്കുകളുടെ യഥാർത്ഥ രേഖകൾ, കുടിശ്ശിക തുകയുടെ വിവരങ്ങൾ എന്നിവ കോടതി ആവശ്യപ്പെട്ടു. കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. NARCL-ന്റെ നിലപാട് അറിയുന്നതിനായി ഞങ്ങളുടെ സംഘം എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ജൂൺ 1 തന്നെ സീ മീഡിയ NARCL-ന് ഇമെയിൽ വഴി എല്ലാ ചോദ്യങ്ങളും അയച്ചു. ശേഷം ജൂൺ 9 വരെ അവരുടെ ഔദ്യോഗിക മറുപടിക്കായി കാത്തിരുന്നു. മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ജൂൺ 10 സീ മീഡിയയുടെ റിപ്പോർട്ടർ നേരിട്ട് മുംബൈയിലെ NARCL ഓഫീസിലെത്തി. എന്നാൽ അവിടെ നിന്ന് ആരും മറുപടി നൽകാൻ തയ്യാറായില്ല. ये कुछ क्वेश्चंस हैं जी। गुड आफ्टरनून सर। गुड आफ्टरनून सर। आपके यहाँ पे कंपनी सेक्रेटरी है ना मिस्टर कपिल सोनी जी? ओके ओके, उनके ईमेल आईडी पे भेजा है। info@narcl पे NARCL पे भी डाला था और कपिल सोनी जी को भी मैंने मेल में रखा था. I'll try to speak to him. ഇതിൽ നിന്ന് ഒരിക്കലും സീ മീഡിയ പിന്മാറില്ല. NARCL-ന്റെ ഈ അവഗണന ധനമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഞങ്ങളുടെ സംഘം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.